പത്തനംതിട്ട കോന്നി വനമേഖലയിൽ വീണ്ടും വ്യാപക മരംമുറി. തേക്കും മരുതും ഉൾപ്പെടെയുള്ള മരങ്ങളാണ് മുറിച്ചു കടത്തിയത്. നടുവത്തുമുഴി റേഞ്ചിലാണ് മരങ്ങൾ മുറിച്ചത്. മരങ്ങൾ മുറിച്ച ശേഷം കുറ്റികൾ തീയിട്ട് നശിപ്പിച്ചതിന്റെ ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിന് കിട്ടി. വനം വകുപ്പിന്റെ ഭാഗത്ത് നിന്നുണ്ടായത് ഗുരുതര അനാസ്ഥയാണെന്ന് പശ്ചിമഘട്ട സംരക്ഷണ സമിതി ജില്ലാ സെക്രട്ടറി റെജി മലയാലപ്പുഴ കുറ്റപ്പെടുത്തി. മേഖലയിൽ നിന്ന് തടി മുറിക്കുക എന്ന് പറയുന്നത് തികഞ്ഞ അനാസ്ഥയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം ആവശ്യമാണ്. കാരണം നമുക്കറിയാം, വയനാട്ടിൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ മരമുറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുകൾ അത് ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ജില്ലയിലും പ്രത്യേകിച്ചും തെക്കൻ മേഖലയിലും വടക്കൻ മേഖലയിലും ഒക്കെ തന്നെ ഇതേപോലെയുള്ള വനം മുറിക്കൽ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലുള്ള ഭൂപ്രദേശത്ത് നിന്ന് തടി കടത്തുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഈ കണ്ടെത്തലെന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമായിട്ടാണ്. കാരണം അതിന്മേലൊരു സമഗ്രമായ അന്വേഷണം ആവശ്യമാണ്. എന്നാൽ മരം മുറിച്ചത് ഇതുവരെയും വനം വകുപ്പ് അറിഞ്ഞിട്ടില്ല. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ശ്രീരാജ് ബാബു ചേരുന്നു. ശ്രീരാജ്, എത്ര മരങ്ങൾ മുറിച്ചതായാണ് ഇപ്പോൾ അവിടെ നിന്നും അറിയാൻ കഴിയുന്നത്? ഇതുവരെയും വനം വകുപ്പിന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല എന്നുള്ള കാര്യം എത്രത്തോളം വിശ്വസനീയമായ കാര്യമാണത്, വസ്തുതയാണത്? ലക്ഷ്മി, ഏകദേശം ഒരു 10ഓളം മരങ്ങളാണ് നിലവിൽ ഈ വനഭൂമിയിൽ നിന്നും നഷ്ടമായത് എന്നാണ് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. ആ ദൃശ്യങ്ങളെന്ന് പറയുന്നത് കേവലം ഒരു 50-60 മീറ്ററിനകത്തുള്ള ദൃശ്യങ്ങൾ മാത്രമാണ്. ഈ 60 മീറ്ററിൽ നിന്നുമാണ് ഈ 10ഓളം മരങ്ങൾ മുറിച്ച് കടത്തപ്പെട്ടതായി ആ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. വനഭൂമിയുടെ കുറെ കൂടി അകത്തേക്ക് ചെന്നാൽ അത് ഈ കണക്കിൽ വലിയ വർധന ഉണ്ടാവും എന്ന് തന്നെയാണ് കരുതുന്നത്. നിലവിൽ തെളിയിക്കപ്പെടാതെ കിടക്കുന്ന നിരവധി മരമുറി കേസുകൾക്ക് പിന്നാലെ ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിലും മരമുറി വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നതിന്റെ തെളിവുകളാണ് നമ്മളിപ്പോൾ പുറത്തേക്ക് വിടുന്നത്. കോന്നിയിൽ വനമന്ത്രി എ.കെ. ശശീന്ദ്രൻ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ എ.കെ. ശശീന്ദ്രൻ, റാന്നി ഭാഗത്ത് നടന്നിരിക്കുന്ന നടുവത്തുമുഴി റേഞ്ചിലാണ് മരങ്ങൾ മുറിച്ചു മാറ്റിയതിന്റെ ദൃശ്യങ്ങൾ നമ്മളിപ്പോൾ പുറത്തുവിടുന്നത്. ഈ കാര്യം വനം വകുപ്പിന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുമില്ല. എന്താണ് താങ്കളുടെ പ്രതികരണം? ഈ മരം മുറിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴാണ് ഒരു വിവരം മലയാളം ചാനലിലൂടെ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും ആ വാർത്തയുടെ അടിസ്ഥാനത്തിൽ അവിടെ നടക്കുന്ന കാര്യങ്ങൾ അന്വേഷിക്കാനും മറ്റ് നടപടികൾ സ്വീകരിക്കാനുമുള്ള നിർദ്ദേശം ബന്ധപ്പെട്ടവർക്ക് നൽകുകയാണ് ഇപ്പോൾ ചെയ്യാൻ കഴിയുന്നത്. മറ്റു കാര്യങ്ങൾ വിശദാംശങ്ങൾ അറിഞ്ഞതിന് ശേഷം മാത്രമേ പറയാൻ സാധിക്കൂ. ശ്രീ എ.കെ. ശശീന്ദ്രൻ, അവിടെ മരം മുറിച്ച ശേഷം കുറ്റികൾ തീയിട്ട് നശിപ്പിച്ചിരിക്കുകയാണ്. വനം വകുപ്പ് ഇക്കാര്യം അറിഞ്ഞില്ല എന്ന് പറയുന്നത് അത് ഗുരുതര അനാസ്ഥ തന്നെയല്ലേ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ പറയുന്ന വാർത്തയാണ് എനിക്ക് കിട്ടിയത്. നിങ്ങൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞാനത് ഗൗരവത്തിൽ തന്നെ പരിശോധിച്ച് എന്താണെന്ന് മനസ്സിലാക്കട്ടെ. ശരി. ഈ സംഭവം അന്വേഷിക്കുമോ? ഈ വിഷയം പരിശോധിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. തുടർ ചോദ്യങ്ങൾ അദ്ദേഹത്തെ ഏതായാലും അലോസരപ്പെടുത്തുന്നുണ്ട്. വനം വകുപ്പ് ഈ വിഷയം അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും ഗൗരവതരമായ കാര്യം. ഏതായാലും വളരെയധികം നന്ദി ശ്രീ എ.കെ. ശശീന്ദ്രൻ ഈ ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ശ്രീരാജ് ബാബു ചേരുന്നുണ്ട്. ശ്രീരാജ്, തുടർ ചോദ്യങ്ങൾ അദ്ദേഹത്തെ അലോസരപ്പെടുത്തുന്നുണ്ട്. പക്ഷേ വനം വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് കടുത്ത അനാസ്ഥ തന്നെയല്ലേ ഉണ്ടായിരിക്കുന്നത്? ലക്ഷ്മി പത്മ, കേവലം അനാസ്ഥ എന്ന് മാത്രമല്ല, നമ്മൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത്, നിങ്ങൾ പറയുന്ന ഈ പ്രദേശത്തെ പറ്റി കൃത്യമായ ഒരു ധാരണ ഞങ്ങൾക്കില്ല. എന്നാൽ ബിറ്റ് ഭൂമിയാണെങ്കിൽ, അതായത് ബിറ്റ് കാടാണെങ്കിൽ ആ ബിറ്റ് കാട്ടിൽ നിന്നും മരങ്ങൾ മുറിച്ചതിൻ്റെ ഉത്തരവാദിത്വം തങ്ങൾക്ക് മാത്രമല്ല ഹാരിസൺ മലയാളം ലിമിറ്റഡിനും അതേ ഉത്തരവാദിത്വമുണ്ട് എന്നൊരു പ്രതികരണമായിരുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്നാൽ ഞങ്ങൾക്കും ഉത്തരവാദിത്വമുണ്ട്, എന്നാൽ പോലും ഞങ്ങളെക്കാൾ കൂടുതൽ
കൂടുതൽ ഉത്തരവാദിത്വം ഒരുപക്ഷെ ഹാരിസൺ മലയാളം ലിമിറ്റഡിനാകും എന്നുള്ള പ്രതികരണമായിരുന്നു വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. കോന്നി ഡിവിഷന് കീഴിൽ വരുന്ന നടുവത്തുമുഴി റേഞ്ചിൽ വരുന്ന പ്രദേശമാണ് ഇത്തരത്തിൽ മരം മുറിച്ചുകൊണ്ട് പോയതായി ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. ഏകദേശം നമുക്ക് 30 സെന്റിമീറ്റർ വീതി വരുന്ന മരങ്ങൾ പൂർണ്ണ വളർച്ച എത്തിയ മരങ്ങളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് ഈ മരങ്ങളെല്ലാം തന്നെ 30 സെന്റിമീറ്ററിലും കൂടുതലുള്ള മരങ്ങളാണ് എന്ന് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്നും തന്നെ വ്യക്തമാകും. അതുപോലെ തന്നെ തേക്കും മരുതും ഉൾപ്പെടെയുള്ള മരങ്ങളാണ് ഇത്തരത്തിൽ മുറിച്ച് കടത്തപ്പെട്ടിട്ടുള്ളത്. 30 സെന്റിമീറ്ററിന് മുകളിൽ വിസ്തീർണമുള്ള മരങ്ങൾ എന്ന് പറയുമ്പോൾ പൂർണ്ണ വളർച്ചയെത്തിയ മരങ്ങൾ, ലക്ഷങ്ങൾ വില വരുന്ന മരങ്ങൾ എന്ന് തന്നെ വേണം അതിനെ കണക്കാക്കാൻ. ഇത്തരത്തിൽ മരങ്ങൾ മുറിച്ചു കൊണ്ടുപോയത് ആരാണെന്നോ എങ്ങോട്ടേക്കാണെന്നോ യാതൊരു ധാരണയുമില്ല. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് അവർ കൃത്യമായ പരിശോധനകളെല്ലാം തന്നെ നടത്താറുണ്ട്. എന്നാൽ ഈ പരിശോധനകളിലൊന്നും തന്നെ ഇത്തരത്തിൽ മരങ്ങൾ മുറിച്ചു കൊണ്ടുപോയതിൻ്റെ മരങ്ങൾ മുറിക്കപ്പെട്ടതിൻ്റെ യാതൊരു തെളിവുകളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സാധ്യതയും നിലവിലില്ല എന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്നാൽ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ പ്രതികരണത്തെ വനംവകുപ്പിൻ്റെ നിലപാടിനെ പാടെ തള്ളിക്കളയുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത്. വനഭൂമിയിൽ നിന്നും കൃത്യമായി മരങ്ങൾ മുറിച്ചു കൊണ്ടുപോയതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവിടുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ പലപ്പോഴായി കേരളത്തിന്റെ വനഭൂമിയിൽ നിന്ന് മുറിച്ചു കൊണ്ടുപോയിട്ടുള്ള തെളിയിക്കപ്പെടാതെ കിടക്കുന്ന നിരവധി കേസുകളുടെ കൂട്ടത്തിലേക്ക് നിരവധി കേസുകൾക്ക് പിന്നാലെയാണ് ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിലെ കോന്നി റേഞ്ചിൽ നടുവത്തുമുഴി ഡിവിഷന്റെ ഭാഗത്ത് പാടം സ്റ്റേഷൻ പരിധിയിൽ വരുന്ന തേക്കും മരുതും ഉൾപ്പെടെയുള്ള മരങ്ങൾ മുറിച്ചു കൊണ്ടുപോയിട്ടുള്ളത്. മാസങ്ങളും വർഷങ്ങളും പഴക്കമുള്ള മരക്കുറ്റികൾ തന്നെയാണ് അവിടെ നിന്നും മുറിച്ചു കൊണ്ടുപോയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ രാജു എബ്രഹാം കൂടി ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ രാജു എബ്രഹാം, റാന്നിയിൽ നിന്നും ഇപ്പോൾ മരം മുറി വാർത്ത ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. ദൃശ്യങ്ങൾ സഹിതമാണ് ഇപ്പോൾ ന്യൂസ് മലയാളം ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 10ഓളം മരങ്ങൾ വനത്തിനകത്ത് നിന്ന് മുറിച്ച് കടത്തിയിരിക്കുകയാണ്. അതിനകത്ത് മരം മുറിച്ചു എന്ന് അറിയാതിരിക്കാൻ കുറ്റികൾ തീയിട്ട് നശിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. അതിൻ്റെ അടക്കം ദൃശ്യങ്ങൾ പുറത്തുവിടുന്നുണ്ട്. എന്താണ് താങ്കളുടെ പ്രതികരണം? ഇത് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയാതെ ഇങ്ങനെ ഒരു മരം മുറിച്ച് കടത്തൽ അവിടെ സാധ്യമാണോ? പറഞ്ഞതനുസരിച്ച് പാടം വന മേഖലയിൽ നിന്നാണ് ഈ മരമുറി കണ്ടുപിടിച്ചിരിക്കുന്നത് എന്നാണ് കേൾക്കാൻ കഴിഞ്ഞത്. അത് കോന്നി ഫോറസ്റ്റ് ഡിവിഷന്റെ കീഴിലാണ്. അത്തരത്തിൽ സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ നിർബന്ധമായും കേസ് ഇന്ന് തന്നെ എടുക്കണം, അടിയന്തരമായ അന്വേഷണം നടത്തണം, കുറ്റവാളികളെ കണ്ടുപിടിക്കണം. കേരളത്തിൽ വനം കൊള്ള എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ അപൂർവമായി മാത്രം കേൾക്കുന്ന ഒരു സംഗതിയാണ്. എവിടെ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടായാലും ഗവൺമെന്റ് വനംവകുപ്പ് കർശനമായി ഇടപെടുകയും അവിടെ കുറ്റവാളികളെ കൈയോടെ പിടികൂടുകയും ചെയ്യുന്നതാണ് നമ്മൾ കണ്ടുവരുന്നത്. അതിന് വ്യത്യസ്തമായി ഇപ്പം ന്യൂസ് മലയാളം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഈ പ്രശ്നം വളരെ ഗൗരവമുള്ളതാണ്. അത് സത്യമാണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ കുറ്റവാളികളെ എത്രയും വേഗം കണ്ടുപിടിച്ച് നിയമത്തിന് വിധേയമാക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇത്രയും കർശനമായ നിയമങ്ങളൊക്കെ ഉണ്ടായിട്ടും ഇങ്ങനെ ഒരു കാര്യം എന്തുകൊണ്ട് സംഭവിക്കുന്നു? ആ ഒരു ശ്രദ്ധക്കുറവ് ഉണ്ടാകുന്നുണ്ടോ നമ്മുടെ വനങ്ങളിൽ? നിയമങ്ങളാണ് കേരളത്തിലും രാജ്യത്തും നിലനിൽക്കുന്നത്. മരം കടത്തിക്കൊണ്ടു പോകുന്ന വാഹനം കണ്ടുകെട്ടുന്നത് അടക്കമുള്ള വലിയ നടപടികളാണ്. അത്തരം ശിക്ഷകൾ വന്നതിന് ശേഷമാണ് പ്രധാനമായും നമ്മുടെ വനം കൊള്ള അവസാനിച്ചത് എന്ന് നമുക്ക് അഭിമാനത്തോടെ തന്നെ പറയാൻ വേണ്ടി കഴിയും. അതുകൊണ്ട് ഒരു വിട്ടുവീഴ്ചയും ഇക്കാര്യത്തിൽ ഉണ്ടാവാൻ പാടില്ല. കുറ്റവാളികളെ ഏത് വ്യക്തികളാണെന്നുണ്ടെങ്കിലും ഏത് ഗ്രൂപ്പാണെന്നുണ്ടെങ്കിലും അതിനകത്ത് മുഖം നോക്കാതെ തന്നെ നടപടി സ്വീകരിക്കണം. അതിന് വനംവകുപ്പ് കർശന നടപടി സ്വീകരിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. വളരെയധികം നന്ദി ശ്രീ രാജു എബ്രഹാം. മുൻ MLA രാജു എബ്രഹാമാണ് നമ്മളോട് സംസാരിച്ചത്. വളരെയധികം നന്ദി ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന്. ശക്തമായ നടപടി, മുഖം നോക്കാതെയുള്ള നടപടി ഉണ്ടാകണം എന്ന ആവശ്യമാണ് അദ്ദേഹം ഉയർത്തുന്നത്. പത്തനംതിട്ട കോന്നി വനമേഖലയിലാണ് വ്യാപകമായ മരം മുറി ഇപ്പോൾ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണിപ്പോൾ ന്യൂസ് മലയാളം പുറത്തുവിടുന്നത്. പത്തനംതിട്ടയിൽ നിന്നും ശ്രീരാജ് ബാബു തുടരുന്നുണ്ട്. ശ്രീരാജ്, എല്ലാവരുടെയും പൊതുവായ അഭിപ്രായം ഇത് തന്നെയാണ്, കർശനമായ നടപടി സ്വീകരിക്കണം. എന്നിട്ടും ശ്രദ്ധക്കുറവ് ഉണ്ടാവുകയാണ് അടിക്കടി.
തീർച്ചയായും ലക്ഷ്മി പത്മ, വനസംരക്ഷണ നിയമം അനുസരിച്ച് നമുക്ക് വനത്തിൽ നിന്നും ഒരു ചുള്ളിക്കമ്പ് പോലും എടുത്തുകൊണ്ട് പോകാൻ കഴിയില്ല എന്ന് തന്നെ പറയാം നിയമം അനുസരിച്ച്. എന്നാൽ നിലവിൽ ഈ വനഭൂമിയിലെ ഈ മുറിക്കപ്പെട്ടിട്ടുള്ള മരങ്ങൾ തീയിട്ടിരിക്കുന്നു. അതുപോലെ തന്നെ പഞ്ചസാര ലായനിയൊക്കെ ഉപയോഗിച്ച് സാധാരണഗതിയിൽ നമ്മൾ ഈ മരങ്ങൾക്ക് പഴക്കം ചെല്ലാനും മരങ്ങൾക്ക് പഴക്കം ചെല്ലാനായിട്ട് തോന്നിപ്പിക്കുന്ന തരത്തിൽ നമ്മൾ തീയൊക്കെ ഇടുന്ന കാര്യമെല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണ്. അത്തരത്തിലുള്ള തീയിടലാണോ ഇവിടെ നടന്നിരിക്കുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ മരങ്ങളിലെല്ലാം തന്നെ മരക്കുറ്റി മുറിച്ചതിൻ്റെ മുകളിലായി തീയിട്ടിരിക്കുന്നു. ഇത്തരം കാര്യങ്ങളെല്ലാം, ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെല്ലാം ഇവിടെ നടക്കുമ്പോൾ ഈ ഉദ്യോഗസ്ഥർ, വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇതൊന്നും കണ്ടില്ല കേട്ടില്ല എന്നുള്ള പ്രതികരണം തന്നെയാണ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ വനഭൂമിയിലെ മരങ്ങൾ ഇത്തരത്തിൽ മുറിച്ചു കൊണ്ടുപോകുന്നതിൽ കൃത്യമായ നടപടി വേണമെന്ന് രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ വനംവകുപ്പ് മന്ത്രി ഉൾപ്പെടെ അന്വേഷിക്കുമെന്ന് പറയുമ്പോഴും ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായ അനാസ്ഥ അതേപോലെ നിലനിൽക്കുന്നു. അതുപോലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹാരിസൺ മലയാളം ലിമിറ്റഡിൻ്റെ വിറ്റ് ഭൂമിയാണെങ്കിൽ ഹാരിസൺ മലയാളം ലിമിറ്റഡിന് കൂടി ഉത്തരവാദിത്തമുണ്ട് എന്നാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഒരു പ്രതികരണം. വിറ്റ് ഭൂമിയാണെങ്കിൽ തീർച്ചയായും ഹാരിസൺ മലയാളത്തിനും അതേപോലെ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കുള്ളതുപോലെ അല്ലെങ്കിൽ വനംവകുപ്പിനുള്ളതുപോലെ തന്നെ ഉത്തരവാദിത്തം ഹാരിസൺ മലയാളത്തിനുമുണ്ട്. കാരണം അത് ഹാരിസന്റെ ഭൂമിയാണോ വനഭൂമിയാണോ എന്നത് കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ബിറ്റ് ഭൂമിയാണെങ്കിലും റിസർവ് വനഭൂമിയാണെങ്കിൽ പോലും അവിടെ നിന്നും മരങ്ങൾ മുറിച്ചു കൊണ്ടുപോകാൻ കഴിയില്ല, വനവിഭവങ്ങൾ കൊണ്ടുപോകാൻ കഴിയില്ല. ഈ വനംവകുപ്പ് ഇപ്പോൾ അത് ഹാരിസന്റെ തലയിലിട്ടാലും ഹാരിസൺ വനംവകുപ്പിന്റെ തലയിലിട്ടാലും വനഭൂമിയിൽ നിന്ന് നിലവിൽ മരങ്ങൾ മുറിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. ഈ പൂർണ്ണ വളർച്ചയെത്തിയ മരങ്ങൾ മുറിച്ചു കൊണ്ടുപോകുന്നതിൽ കൃത്യമായ നടപടി ഉണ്ടാകണം. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തീയിട്ടതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ നിലനിൽക്കുകയാണ്. നമ്മൾക്ക് ആ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. ഏകദേശം 30 സെൻറ്റിമീറ്ററിലധികം വരുന്ന മരങ്ങളാണ് മുറിച്ചു മാറ്റിയിട്ടുള്ളതെല്ലാം. 30 സെൻറ്റിമീറ്റർ എന്ന് ഞാൻ സൂചിപ്പിക്കുന്നത് പൂർണ്ണ വളർച്ചയെത്തിയ മരങ്ങളായി കണക്കാക്കുന്നത് 30 സെൻറ്റിമീറ്റർ എത്തിയ മരങ്ങളെയാണ്. അപ്പോൾ പൂർണ്ണ വളർച്ചയെത്തിയ മരങ്ങൾ തന്നെയാണ് ഇവിടെ നിന്ന് പോയിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഇടക്കാട്, അതായത് മരങ്ങൾക്കിടയിൽ നിന്നും മറ്റ് പ്രധാനപ്പെട്ട മരങ്ങൾ വളരുന്നതിന് ശല്യമായി നിൽക്കുന്ന ചെറിയ മരങ്ങളെയെല്ലാം തന്നെ മുറിച്ചു മാറ്റുന്ന ഒരു രീതിയുണ്ട്. അത് വനം വകുപ്പിൻ്റെ നേതൃത്വത്തിൽ, വനം വകുപ്പിൻ്റെ മേൽനോട്ടത്തിൽ നടക്കുന്ന മരം മുറിക്കുന്നതാണ്. സാധാരണഗതിയിൽ അങ്ങനെ മരം മുറിക്കാറില്ല. അങ്ങനെ എപ്പോഴെങ്കിലും മരം മുറിച്ചു കഴിഞ്ഞാൽ പോലും അതിന് കൃത്യമായി നമ്പർ ഇടുമെന്ന് നമ്മൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥരോട് സംസാരിച്ചപ്പോൾ അവർ തന്നെ നമ്മളോട് പറയുന്നു. വനം വകുപ്പിൻ്റെ ഭാഗത്ത് നിന്നും അങ്ങനെ ഒരു മരം മുറി ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടേ ഇല്ല. അങ്ങനെ ഏതെങ്കിലും കാലഘട്ടത്തിൽ ഉണ്ടായെങ്കിൽ തന്നെ കൃത്യമായി ആ മരത്തിന് നമ്പർ ഇടുകയും മരം ഏറ്റവും താഴ്ഭാഗത്ത് നിന്നുമായിരിക്കും വനം വകുപ്പ് മുറിക്കുകയാണെങ്കിൽ മുറിക്കുന്നത്. എന്നാൽ ആ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്, മരക്കുറ്റികളെല്ലാം തന്നെ കൃത്യമായ രീതിയിൽ ഒരേ അളവിലല്ല മുറിക്കപ്പെട്ടിട്ടുള്ളത്, പല അളവിൽ പല രീതിയിലാണ് മുറിക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ നിന്നും വ്യക്തമാകുന്നത് ഇത് വനം വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുമുള്ള മരമുറിയല്ല, നിയമപരമായ മരമുറിയല്ല നിലവിൽ അവിടെ നടന്നിരിക്കുന്നത് എന്ന് തന്നെയാണ് ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത്. എന്തായാലും ഗുരുതരമായ വീഴ്ചയാണ് വനം വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഈ മരങ്ങൾ മുറിച്ചു കൊണ്ടുപോയത് എവിടേക്കാണെന്നും അത് ആരാണ് അതിന് പിന്നിലെന്നും തീർച്ചയായും കണ്ടെത്തേണ്ടതുണ്ട്. വലിയ അന്വേഷണം ഇതിൽ നടക്കേണ്ടതുണ്ട്. ലക്ഷ്മി, ഏതായാലും വനം മന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കും, ഇക്കാര്യം അടിയന്തരമായി പരിശോധിക്കും എന്ന ഉറപ്പാണ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞിരിക്കുന്നത്. വലിയ വാർത്തയാണ് ന്യൂസ് മലയാളം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. പത്തനംതിട്ട കോന്നി വനമേഖലയിൽ വ്യാപകമായ മരംമുറി, അനധികൃതമായ മരംമുറി നടന്നിരിക്കുന്നു. തേക്കും മരുതും ഉൾപ്പെടെയുള്ള മരങ്ങളാണ് മുറിച്ച് കടത്തിയിരിക്കുന്നത്. നടുവത്തുമുഴി റേഞ്ചിലാണ് ഈ മരങ്ങൾ മുറിച്ചിരിക്കുന്നത്. മരങ്ങൾ മുറിച്ച ശേഷം കുറ്റികൾ തീയിട്ട് നശിപ്പിച്ചതിന്റെ ദൃശ്യങ്ങളാണ് ഞങ്ങളിപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. വനം വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് അതിഗുരുതരമായ അനാസ്ഥ എന്ന് സംശയലേശമെന്നെ നമുക്ക് പറയാൻ കഴിയും. കാരണം ഇത്തരത്തിൽ മരങ്ങൾ മുറിച്ചു കടത്തിയിട്ടും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ എന്തുകൊണ്ട് അറിഞ്ഞില്ല എന്നത് ചോദ്യചിഹ്നം തന്നെയാണ്. വന്യജീവി നിയമങ്ങളെല്ലാം തന്നെ സാധാരണക്കാർക്കെതിരെ യഥേഷ്ടമെടുത്ത് പ്രയോഗിക്കുമ്പോഴാണ് ഈ നാട്ടിൽ ഇത്തരത്തിൽ മരം മുറിച്ച് കടത്തിയിരിക്കുന്നത് എന്നുള്ളത് ആണ് ഏറ്റവും വലിയ ചോദ്യചിഹ്നം ആയി തീരുന്നത്. ശ്രീരാജ് ബാബുവാണ് പത്തനംതിട്ടയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും ഈ വിഷയത്തിൽ സത്യസന്ധമായ ഒരു അന്വേഷണം അത് ഉടൻ ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. വനം മന്ത്രി അതാണ് നമ്മളോട് പറഞ്ഞത്.